നമ്മുടെ ശശി തരൂർ എം പി ഇല്ലേ തിരുവനന്തപുരം, അദ്ദേഹത്തെ പ്രധാനമന്ത്രിയാക്കുന്നതിനെ കുറിച്ച് ചേട്ടൻ്റെ അഭിപ്രായം എന്താ? നല്ല അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. പ്രധാനമന്ത്രി ആവണമെന്നാണ്. അതെന്തുകൊണ്ടാണ്? പുള്ളിയുടെ വ്യക്തിത്വപരമായ നല്ല കാര്യങ്ങളാണ് ചെയ്യണം പുള്ളി. അതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു നേതാവാണ് കോൺഗ്രസ്സിൽ. അതാരം കൊണ്ടാണ് പുള്ളി ഇഷ്ടപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് ഒരുപാട് ഗുണം ചെയ്യും. അദ്ദേഹത്തിൻ്റെ ഒരു പബ്ലിക് പോളിസി വിഷനും ഗുണം ചെയ്യും. പക്ഷെ അദ്ദേഹത്തിന് നമ്മുടെ പൊളിറ്റിക്കൽ സിനാരിയോയിൽ എത്രത്തോളം അതിനെ ബാലൻസ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. ബിക്കോസ് ഒരു ആക്റ്റീവ് ഒരു മിനിസ്റ്ററായിട്ട് അദ്ദേഹം ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല. വെരി ഷോർട്ട് ടെന്യൂറിലേക്ക് മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അദ്ദേഹത്തിന് നമ്മുടെ ഇവിടുത്തെ ഒരു പൊളിറ്റിക്കൽ സിനാരിയോ എങ്ങനെ ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷേ ഡെഫിനറ്റ്ലി എക്സ്പീരിയൻസും അദ്ദേഹത്തിൻ്റെ ആ ഒരു വിഷനും ഒരുപാട് ഗുണം ചെയ്യും. നല്ലൊരു സജഷൻ ആയിരിക്കും. ഒരു പക്ഷേ കേരളത്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന നല്ലൊരു പ്രധാനമന്ത്രി ആയിത്തീരുമെന്ന് എനിക്ക് തോന്നുന്നു ശശി തരൂർ. അപ്പോൾ ലോക കാര്യങ്ങളിലെല്ലാം തന്നെ അദ്ദേഹത്തിന് ഒരു ഭയങ്കര എക്സ്പോഷറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ നല്ലൊരു സജഷനായിരിക്കും അത്. അല്ല, പുള്ളി ഇപ്പോൾ നമ്മൾ എം പി ആയ രീതിയിൽ പല കാര്യങ്ങൾക്കും ഇടപെട്ട് ഒരു ഇതുള്ളതുകൊണ്ട് നമുക്ക് പ്രതീക്ഷിക്കാൻ നല്ല കാര്യം ചെയ്യും എന്നുള്ളത്. ഒരു ഗ്ലോബൽ എക്സ്പോഷർ ഉള്ള ആളായതുകൊണ്ട് ബെറ്റർ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. വളരെ നല്ലൊരു ഇതായിരിക്കും. കാരണം അദ്ദേഹം കുറച്ച് അറിവും വിദ്യാഭ്യാസമുള്ള ആളാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയത്തിലേക്ക് വരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. പ്രധാനമന്ത്രി ആയാലും കേരളത്തിൻ്റെ ഒരു മുഖ്യമന്ത്രിയൊക്കെ ആയ കുറച്ചുകൂടെ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. അയാൾക്ക് പ്രധാനമന്ത്രിയാകാനുള്ള യോഗ്യത ഉണ്ടോ? എൻ്റെ അഭിപ്രായത്തിൽ അയാൾക്ക് യോഗ്യത ഇല്ലെന്നുള്ളതാണ്. ഈസ് എ കോമ്പറ്റൻറ്റ് പേഴ്സൺ, ഹൈലി കോമ്പറ്റൻറ്റ് പേഴ്സൺ, ഇൻ്റർനാഷണലി റെപ്യൂട്ടഡ് പേഴ്സൺ. വാട്ട് നോട്ട് ഈസ് ദ suitable person. Yeah. Okay. Highly caliber, potential, and internationally well known. Okay, what is lacking in India is such intellectuals are missing in our politics. So that has to be changed. പ്രധാനമന്ത്രി ആക്കാൻ പറ്റിയ ഒരാളെ എനിക്ക് തോന്നുന്നില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമില്ല, ആള് കുഴപ്പമില്ല. ആള് വളരെ നല്ല ബുദ്ധിപരമായ നീക്കങ്ങൾ നീങ്ങുന്ന ആളാണ്. അതിനെക്കുറിച്ച് വലിയ തെറ്റൊന്നുമില്ല. എന്നാൽ പ്രധാനമന്ത്രിക്ക് അത്രയും അത് അങ്ങോട്ട് പോരാ. കുഴപ്പമില്ലാത്ത അഭിപ്രായമാണ്. പക്ഷേ ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയാണ് നമുക്ക് താല്പര്യം. കുറച്ചും കൂടി ഒരു മെച്ചുവറായിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് ഇപ്പോഴത്തെ പ്രധാനമന്ത്രി തന്നെയാണ് ആവശ്യം.